നിങ്ങൾ നാളെയും നാം ചർച്ച ചെയ്യുന്നു. നാളെ ഉത്രാട ദിനം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണത്തിന് തലേന്നുള്ള ഉത്രാട ദിന ആശംസകൾ, ഉത്രാട പാച്ചൽ ദിന ആശംസകൾ. നാളെ 1202 ചിങ്ങമാസം 9-ാം തീയതി, അതായത് 2026 ഓഗസ്റ്റ് മാസം 25-ാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച. നാളെ ചൊവ്വാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:35. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വൈകിട്ട് 3 മണി മുതൽ 4:30 വരെയുള്ള സമയം ചൊവ്വാഴ്ച രാഹുകാലം. ആ സമയത്ത് നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി നല്ല തിഥിയാണ്. നാളെ വെളുത്തപക്ഷത്തിലെ അതിശക്തമായ ത്രയോദശി തിഥിയാണ്. ചന്ദ്രൻ പൗർണമിയിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാണ്. നാളെ ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യനാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്നു സൂര്യൻ. അതിനാൽ നാളെ ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര വഴിപാടെ സമർപ്പിക്കാം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യാം. അപ്രകാരം തന്നെ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും വളരെ അനുകൂലമാണെന്ന് അറിയുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏതായാലും തിരുവോണത്തിന് തലേന്നാളുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്ത്, അല്ലേ, പൂക്കളത്തിൻ്റെ പൂർണ്ണതക്കായി പൂക്കളൊക്കെ ശേഖരിച്ച് അങ്ങേയറ്റം വളരെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കും. കുട്ടികളും എല്ലാവരും, പലരും ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് ബന്ധുക്കളുമായി വരുന്ന പുണ്യ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യദിനത്തിൻ്റെ തലേന്നാണ് നാളെ ഉത്രാട നക്ഷത്രം. ഏതായാലും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം 9:45 മുതൽ 11:15 വരെയുള്ള സമയം എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ വളരെ നല്ലതാണ്. അത് യാത്രയായാലും മറ്റെല്ലാ വിഷയമായാലും. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അത് ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു. ഉത്രത്രയം എന്നാൽ 9 നക്ഷത്രങ്ങളെ കൂട്ടമാണ്. ഉത്രമത്ത ചിത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. ഈ 9 നക്ഷത്രങ്ങളിൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രങ്ങളാണെങ്കിലും ഉത്രവും ചിത്രയും രേവതിയും വാങ്ങാനും കൊടുക്കാനും നാം സ്വീകരിക്കാത്ത നക്ഷത്രങ്ങളാണെന്ന് കൂടി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയുക. ഏതായാലും ഉത്രാട ദിന ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നന്ദി, നമസ്തേ.